ഞങ്ങളിവിടെ എമിറേറ്റ്സ് പാലസിൽ ഒരു മീറ്റിംഗിന് വന്നപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ YMCയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് ഇപ്പം ഈ കഴിഞ്ഞ സമയത്ത് കൊട്ടാരക്കര വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ പിന്നെ മത്തമ്മ തിരുമേനി ഉണ്ടായിരുന്നു, പിന്നെ ആർ ബാലകൃഷ്ണപിള്ള സാർ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഇവിടെ തന്നെ അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് ബാബ ഇവിടെ വന്നു, പിന്നെ അങ്ങനെ പല വ്യക്തികൾ ഇവിടെ വരുമ്പോൾ മീറ്റ് ചെയ്യാറുണ്ട്. 1 വർഷമായി. അതെ അതെ. ഇപ്പൊ ഇവിടെ ഇല്ല ഇല്ല ഇല്ല. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും തിരക്കുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ എപ്പോഴായിരുന്നു നിങ്ങൾക്ക് ലെഷർ ടൈം കിട്ടുക, വീട്ടിൽ ഒരുമിച്ച് നിൽക്കാനും പുറത്തു പോകാനൊക്കെ? വീക്കെൻഡിലൊക്കെ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. പിന്നെ ആഫ്റ്റർനൂൺ ഹസ്ബൻഡ് ഫ്രീ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ വിൽക്കാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ വലിയ ക്ലാസ്സിലായപ്പോൾ പിന്നെ അങ്ങനത്തെ പോക്ക് കുറവായിരുന്നു. പിന്നെ പുള്ളിക്കാരി തന്നെ ഡ്രൈവ് ചെയ്ത് പോയിക്കോളും. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യ ചെന്നിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. നിങ്ങളെ പണ്ട് മുതലേ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇവിടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 2 പേര്. എന്താ ചെയ്യുന്നത്? മൂത്ത ആള് ഫസ്റ്റ് ഇയർ MBBS, രണ്ടാമത്തെ ആള് 10th സ്റ്റാൻഡേർഡ്. MBBS ഒരു 10th സ്റ്റാൻഡേർഡ്. So I think the next girl would be an engineer, right? No. അവള് സെയിം ബാങ്കിങ് ഫീൽഡിൽ വന്നതാണ് ഇഷ്ടം. അച്ഛന്റെ ഒരു ഫീൽഡ് എല്ലാവർക്കും ഉള്ളതാണ് ഇത്. അച്ഛന്റെ ബിസിനസ് മക്കൾ ആരെങ്കിലും പ്രൊഫഷണൽ. ഓക്കെ. ഇപ്പൊ നിങ്ങള് മൂത്ത മോള് മാംഗ്ലൂരിലുണ്ട്. അപ്പൊ എത്ര ഓഫൻ നിങ്ങൾ കേരളത്തിൽ ചെല്ലുന്ന? ഞങ്ങൾ ഇപ്പം ചിലപ്പോ 2 വർഷം വർഷത്തിൽ 2-3 ടൈംസ് പോവും വരും. കഴിഞ്ഞ മാസം അവള് വന്നിരുന്നു. ഇപ്പൊ ഈ മാസം 27th വരുന്നുണ്ട് ഇങ്ങോട്ട്. എപ്പോഴും ഇന്ത്യയിൽ വന്നിട്ട് ഇത്ര കൊല്ലങ്ങളായി ഇന്ത്യയെ മിസ് ചെയ്യുന്ന ഓഫ്കോഴ്സ് എപ്പോഴും നമ്മുടെ സ്വന്തം നാടിനെ മിസ് ചെയ്യുമല്ലോ. നാട്ടിൽ തുടങ്ങണമെന്നുണ്ട്, പക്ഷെങ്കിൽ നാട്ടിലെ കാലാവസ്ഥയും ഇവിടുത്തെയുമായി ടോട്ടലി ഡിഫറെന്റാ. കാര്യം ഇവിടെ കുറച്ചുകൂടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അതെ ഇൻവെസ്റ്റ്മെന്റിനെ ഓഫ്കോഴ്സ് അതിനകത്ത് നമ്മുടെ ഈ രാഷ്ട്രീയക്കാരുടെ ആ ഒരു ഇൻവോൾവ്മെന്റും അതൊക്കെ വരുമ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേ ഇവിടെ തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളിപ്പോൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷത്തിനിടെ ഞങ്ങൾ വളരെയധികം ഗ്രോ ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് ഒരു 16-17 സ്റ്റാഫ്സ് ഉണ്ട്. പിന്നെ അത് ഡെലിവറി ചെയ്യാനുള്ള വാഹനങ്ങളായി. പിന്നെ ഏകദേശം ഒരു 500 പേർക്ക് ഒരു ദിവസം കേറ്റർ ചെയ്യുന്നുണ്ട്, ഫുഡ് കേറ്റർ ചെയ്യുന്നുണ്ട്. അതെ അതെ രക്ഷപ്പെടാം. അതെ പിന്നെ നമ്മളുടെ പിന്നെ പുള്ളിക്കാറ്റി അത് സൂപ്പർവൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആൾക്കാർ തിരക്കി നമ്മളുടെ പ്രസ്ഥാനത്തിൽ വരുന്നുണ്ട്. ഈ കാറ്ററിംഗ് സർവീസ് ആദ്യം തുടങ്ങിയ സമയത്ത് ബിഗിനിങ് സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ ഒരു കാറ്ററിംഗ് ഇവിടെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ UAE ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. വേറെവർ യു ജസ്റ്റ് ഫോൾ ഡൗൺ യു ക്യാൻ ഫൈൻഡ് റെസ്റ്റോറൻറ്റ്. I don't think so about അബുദാബിയിലാണ്, ദുബായ്, അവിടെയൊക്കെ നിറയെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം റെസ്റ്റോറൻറ്റ്. അപ്പൊ ആദ്യ കാലത്തിൽ എങ്ങനെയായിരുന്നു ഇതിന് പ്രൊമോട്ട് ചെയ്തത് കാറ്ററിംഗ്? ഇത് ഈ ആദ്യകാലത്ത് ഞങ്ങൾ ചർച്ചസിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു. എന്നിട്ട് ചർച്ചസിലുള്ള പാർട്ടികളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തു. പിന്നെ ഇങ്ങനെ ആൾക്കാർ അറിഞ്ഞു കേട്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കോൺട്രാക്ട് ഒരു കമ്പനിയുമായിട്ട് കിട്ടി. അപ്പൊ അങ്ങനെ word of mouth. Exactly. No, nothing. No, we didn't give any advertisement at all. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഐ ഓപ്പണിംഗ് ആയിരിക്കും, നല്ലൊരു കാറ്ററിംഗ് സർവീസ്. മാത്രമല്ല ഇവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. UAE അബുദാബി എന്ന് പറയുന്നത് വളരെ റിച്ച് പ്ലേസ് ആണ്. വെൻ കമ്പയർഡ് ടു അതർ എമിറേറ്റ്സ്, അബുദാബി ഇസ് ദ റിച്ച് പ്ലേസ്. ഇവിടെ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ലിവിംഗ്, എങ്ങനെയാണ് അതർ എമിറേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ? കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലാണ് ഇവിടെ. കാര്യം പ്രത്യേകിച്ച് ഇവിടെ റെന്റും അങ്ങനെ മറ്റേ പുതിയ എല്ലാം കൂടുതലാണ് മറ്റേ എമിറേറ്റ്സിനെ അപേക്ഷിച്ച്. അതെ കൂടുതലാണ്. സാലറിയും കൂടുതലാണ്. അതെ പിന്നെ ഇത് ക്യാപിറ്റൽ സിറ്റി ആണല്ലോ. ക്യാപിറ്റൽ സിറ്റി ആകുമ്പോൾ അതിന്റെ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. അതെ കറക്റ്റ്. അതെ ഇപ്പൊ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഡെവലപ്പിംഗ് വെരി ഹൈ സ്പീഡ്. അതെ പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോൾ. അതെ തീർച്ചയായിട്ടും. വി ആർ ഹാവിംഗ് ലോട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഒത്തിരി ഇൻഡസ്ട്രി ആയാലും ബിസിനസ് ആയാലും തുടങ്ങുന്നുണ്ട്.
ഇപ്പോ UAE ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അതെ 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 കറക്റ്റ് അതെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഇന്ത്യത്തെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഉള്ള മലയാളീസ് കുറവാവില്ലേ? ഇല്ല, പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഇപ്പം കൂടുതൽ അതർ കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ചൈന, കൊറിയ, ഫിലിപ്പീൻസ് അവിടെ നിന്നൊക്കെ ധാരാളം പേര് വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ യങ്സ്റ്റേഴ്സ് വരാൻ മടിക്കുമായിരിക്കും. അപ്പോൾ അവിടെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ UAE വന്ന് നമ്മൾ ഈ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന ആ ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ വരാൻ ആരും താല്പര്യപ്പെടുന്നില്ല. പണ്ടെന്ന് പറയുമ്പോൾ ചെറിയൊരു ഇവിടെ ഒരു 300 ദിർഹംസ് ആയാലും അവിടുത്തെ ഇന്ത്യൻ വാല്യൂ 3,500 സാലറി കിട്ടും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അത് കിട്ടാൻ വളരെ നിങ്ങൾ എപ്പോഴാണ് ഇപ്പൊ സപ്പോസ് ഇവിടുത്തെ UAE എന്താ പറയാ നമ്മള് ഇന്ത്യ ഇസ് ഫാർ ബെറ്റർ എന്ന് പറഞ്ഞ അവിടുത്തെ സിറ്റുവേഷനിൽ മാറണം എന്ന് പറഞ്ഞ് how long you would take to transfer from here to India? Well, for us it's very difficult, because റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരുമാതിരി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ നാട്ടിൽ പോയി ഒരു ഈ സെയിം ഫീൽഡിൽ തുടങ്ങണമെന്ന് ആഗ്രഹമില്ല. മേ ബി വിൽ ഡു സംതിങ് എൽസ്, some other field. ഇപ്പോ ഈ ബിസിനസ്സിലെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ്, ഹസ്ബൻഡ് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. ബിസിനസ്സിൽ ഡെസിഷൻ എടുക്കുന്നതാണ് ഹസ്ബൻഡ് തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ എനിക്ക് ബിസിനസ്സിന് അത്ര വലിയ ഇതില്ലായിരുന്നല്ലോ, പുള്ളിയാണല്ലോ അതിന്റെ ഞാൻ വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. പുള്ളിയുടെ ഇത് പ്രകാരം. So he is the master brain behind it.